എമ്പുരാന് പോലും വീഴ്ത്താൻ പറ്റിയില്ല. 24 മണിക്കൂറിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട ടീസറിന്റെ റെക്കോർഡ് ദുൽഖറിന് തന്നെ. അതെ, സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ആശ്രുവാസ് സിനിമാസിന്റെ 25ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ലൂസിഫർ കണ്ടത് വെറും സാമ്പിളാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് എമ്പുരാന്റെ ടീസർ നൽകുന്ന സൂചന. എബ്രാം ഖുറേഷി ലോകം പ്രതീക്ഷിക്കുന്നതിലും വലുതാണെന്ന് ടീസറിൽ നിന്നും വ്യക്തമാണ്. കേരളത്തിൽ ആദ്യമായി ഒരു തിയേറ്ററിൽ ടീസർ ലൈവ് സ്ട്രീം നടത്തിയെന്ന നേട്ടവും എമ്പുരാന് സ്വന്തമാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാർച്ച് 27-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസും ആശ്രുവാസ് സിനിമാസും ചേർന്നാണ് എമ്പുരാന്റെ നിർമ്മാണം. എമ്പുരാന്റെ ടീസർ റിലീസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ 5 മില്യൺ ആളുകളാണ് യൂട്യൂബിൽ എമ്പുരാന്റെ ടീസർ കണ്ടത്. എന്നാൽ മലയാളത്തിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട ടീസർ എന്ന നേട്ടം സ്വന്തമാക്കാൻ എമ്പുരാന് സാധിച്ചില്ല എന്നതാണ് ആരാധകരെ ഞെട്ടിച്ച വസ്തുത. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട ടീസർ ഇപ്പോഴും ദുൽഖർ സൽമാന്റെ പേരിൽ തന്നെയാണ്. 9 മില്യൺ ആളുകളാണ് കിങ് ഓഫ് കൊത്തയുടെ ടീസർ കണ്ടത്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ എന്ന പേരിൽ ഗ്രാൻഡ് ലോഞ്ച് നടത്തിയ ടീസറിന് പോലും ദുൽഖർ നേടിയ റെക്കോർഡ് മറികടക്കാൻ കഴിയുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ വലിയ ചർച്ച. ഇത് ഗാന്ധിഗ്രാമമല്ല, കൊത്തയാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി എന്നിങ്ങനെ ദുൽഖറിന്റെ ക്ലാസ് ഡയലോഗുകൾ ഉൾപ്പെടുത്തുന്നതാണ് ടീസർ. 1 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ടീസറിൽ ദുൽഖറിനെ കൂടാതെ ഐശ്വര്യലക്ഷ്മി, ഗോകുൽ സുരേഷ്, ചെമ്പൻ വിനോദ് തുടങ്ങിയവരും മിന്നിമറയുന്നുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് കിങ് ഓഫ് കൊത്തയുടെയും ടീസർ റിലീസ് ചെയ്തത്. കിങ് ഓഫ് കൊത്ത ടീമിന് ആശംസകൾ അറിയിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടിയെന്ന് ടീസർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. എന്നാൽ 24 മണിക്കൂറിൽ ഏറ്റവും അധികം ലൈക്ക് കിട്ടിയ ടീസർ എന്ന നേട്ടം എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.